ഗീതാ ഗോപിനാഥിനെ മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിച്ചതിൽ അതൃപ്തി പുകയുന്നു. നവ ലിബറൽ സാമ്പത്തിക നയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഗീതാ ഗോപിനാഥിനെ നിയമിച്ചതിൽ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടതായി സൂചനയുണ്ട്. അതേസമയം നിയമനത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തോമസ് ഐസക് തയ്യാറായില്ല. ഹാർവാർഡ് സർവകലാശാലയിലെ സാമ്പത്തിക വിഭാഗം പ്രൊഫസറായ ഗീതാ ഗോപിനാഥിന്റെ നിയമനത്തെക്കുറിച്ച് കടുത്ത വിമർശനങ്ങളാണ് വിവിധ കോണുകളിൽ നിന്ന് ഇതിനോടകം തന്നെ ഉയർന്നു വന്നത്. നവലിബറൽ സാമ്പത്തിക നയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതുൾപ്പെടെയുള്ള ഇടതുവിരുദ്ധമായ നയങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഗീതാ ഗോപിനാഥിനെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി നിയമിച്ചതിൽ CPIM-നുള്ളിലും കടുത്ത അതൃപ്തിയുള്ളതായാണ് സൂചന. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കണമെന്ന് നേരത്തെ വാദിച്ചയാളാണ് ഗീതാ ഗോപിനാഥ്. മാത്രമല്ല, ഇടതുമുന്നണി ശക്തമായി എതിർക്കുന്ന ഭൂമി ഏറ്റെടുക്കൽ ബിൽ നടപ്പാക്കണമെന്ന് ഗീതാ ഗോപിനാഥ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കോർപ്പറേറ്റുകൾക്ക് നികുതി നിരക്ക് വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നയങ്ങൾക്ക് അനുകൂലമായി ഗീതാ ഗോപിനാഥ് പ്രതികരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഇടതു നയങ്ങൾക്ക് നേർ വിപരീതമായ നയങ്ങളുള്ള ഗീതയെ മുഖ്യമന്ത്രി ഉപദേഷ്ടാവാക്കിയതിൽ കടുത്ത അതൃപ്തി CPIM-നുള്ളിലുണ്ട്. ഇതേക്കുറിച്ച് അടുത്ത ആഴ്ച ചേരുന്ന PB യോഗത്തിൽ മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടി വരും. അതേസമയം ഗീതാ ഗോപിനാഥുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നിന്ന് ധനമന്ത്രി തോമസ് ഐസക് ഒഴിഞ്ഞുമാറി. ഗീതാ ഗോപിനാഥിന്റെ നിയമനത്തെക്കുറിച്ച് അങ്ങയുടെ പ്രതികരണം? പിണറായി വിജയനെ അനുകൂലിക്കുന്നവർക്ക് പോലും ഗീതാ ഗോപിനാഥിന്റെ നിയമനത്തിൽ അതൃപ്തിയുണ്ടെന്നും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.